ആദ്യമായി നിങ്ങളുടെ യോനോ SBI എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ യോനോ SBI ഓപ്പൺ ആവും. അതിനുശേഷം കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ ബിൽ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. അവിടെ ഏറ്റവും താഴെയായി ക്വിക്ക് ബിൽ പേ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിരവധി ഓപ്ഷൻസുകൾ കാണാം. അവിടെ ഇലക്ട്രിസിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ സെലക്ട് ബില്ലർ ലൊക്കേഷൻ, നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ എന്നാണ് സെലക്ട് ചെയ്യാനാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റായ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെലക്ട് ബില്ലർ. അവിടെ ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടാവും, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KCB. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായി കാണുന്ന നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ കൺസ്യൂമർ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലിലെ കൺസ്യൂമർ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബില്ലിലെ നമ്പർ, ഈ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിന് തൊട്ട് താഴെയായി എൻ്റർ ചെയ്ത് കൊടുക്കുക. യോനോ SBI എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യോനോ SBIയുടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ദയവായി കാണുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടൺ വീണ്ടും സെലക്ട് ചെയ്യണം. അതിന് മുൻപേ നമ്മുടെ സെലക്ട് അക്കൗണ്ട്, നമ്മുടെ യോനോ SBIയുടെ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യും. നമ്മൾ അടിച്ച കൺസ്യൂമർ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കൺസ്യൂമർ നെയിം, നമ്മുടെ ആരുടെ പേരിലാണോ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് ആ പേര് നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കൺസ്യൂമർ നമ്പർ അവിടെ കാണാൻ സാധിക്കും. ബിൽ നമ്പർ എല്ലാം നമുക്കവിടെ കൺസ്യൂമർ ആ ബില്ലിലും നമ്പർ വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അവിടെ ബിൽ എമൗണ്ടും അവിടെ കാണാൻ സാധിക്കും. ആ ബിൽ എമൗണ്ട് നമുക്ക് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബില്ലാണ് എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ അവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വൺ ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് യോനോ SBIയിൽ നിന്നും സെൻഡ് ആവുന്നതാണ്. ഉടൻ തന്നെ വരും. ആ നമ്പർ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ നമ്മൾ അത് റീ എൻ്റർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ആ നമ്പർ തെറ്റാതെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒറ്റ തവണ പാസ്വേഡ് വന്നിട്ടില്ലെങ്കിൽ റീസെൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ സക്സസ്ഫുൾ ആണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ബിൽ സ്റ്റാറ്റസ് സക്സസ്. നമുക്കവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ കസ്റ്റമർ നെയിം, ബില്ലിൻ്റെ ഡേറ്റ് എല്ലാം കൃത്യമായി നമുക്ക് കാണാം. ഇത് വെച്ചിട്ട് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ റെഫറൻസ് ID നമുക്കുണ്ട്. നമുക്കത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം പൈസ കിട്ടിയിട്ടില്ല എങ്കിൽ. ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായി യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി KCB ബില്ല് അടയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബില്ല്
കറക്റ്റായിട്ടാണോ അടച്ചത് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനായി നമ്മൾ ഈ ബിൽ പേയ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും മുകളിലായി കാണുന്ന 4 വര കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് വ്യൂ പെയ്ഡ് ബിൽ, നമ്മൾ പേ ചെയ്ത ബില്ലുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഏറ്റവും അവസാനം നടന്ന ട്രാൻസാക്ഷൻ അവിടെ കാണാം, KCB ബില്ല്. ഇത്തരത്തിൽ നമ്മൾ യോനോ SBI വഴി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള എല്ലാ ബില്ലുകളും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് യോനോ SBI വഴി KCB ബില്ലടയ്ക്കുമ്പോൾ നമ്മൾ ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, KCBയിൽ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമെയിലായിട്ട് ബില്ല് പെയ്ഡായ ബില്ല് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ല യോനോ SBIയിൽ ബില്ല് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ബില്ല് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ KCBയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ യോനോ SBIയിൽ ബില്ല് അടയ്ക്കുമ്പോൾ തന്നെ ഇമെയിലായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അത് നമുക്ക് PDF ആയി ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, മറുപടി നൽകുന്നതായിരിക്കും.